ഹലോ ഗായ്സ്, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. എൻ്റെ പേര് സെസിൽ. ഞാൻ ഈ യൂട്യൂബ് ചാനൽ തുടങ്ങിയത് F1 കുറിച്ച് സംസാരിക്കാനും റേസിങ്ങിനെ കുറിച്ച് കൂടുതൽ കണ്ടൻസ് ഷെയർ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. പക്ഷേ ഇന്നത്തെ വീഡിയോ അതിനെക്കുറിച്ചല്ല. ഇന്നത്തെ വീഡിയോ ഞാനും എൻ്റെ കുറച്ച് ഫ്രണ്ട്സും കഴിഞ്ഞ വർഷം ടൊറൻറ്റോയിൽ പോയപ്പോൾ ഞങ്ങളൊരു എക്സോട്ടിക് കാർ എക്സ്പീരിയൻസിന് പോയായിരുന്നു. അപ്പോൾ അന്ന് ഞങ്ങളൊരു ഫണ്ടിന് വേണ്ടിയിട്ട് കുറച്ച് റിവ്യൂ വീഡിയോസ് ഒക്കെ എടുത്തായിരുന്നു. അപ്പോൾ അതെല്ലാം കൂടെ ഒന്ന് വെട്ടിക്കൂട്ടി ഒരു വീഡിയോ ആക്കിയിട്ട് ഇന്ന് നമ്മൾ ഷെയർ ചെയ്യുകയാണ്. കണ്ടിട്ട് ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, കൂടുതൽ കണ്ടന്റിന് വേണ്ടി ഫോളോ ചെയ്യുക. പോപ്പിന്റെ രസമാണ് അത് ഭയങ്കരമായിട്ട് രാവിലെ എണീക്കുക. പക്ഷെ എനിക്ക് ഈ വണ്ടി പോവാ, അതാണ് നമ്മുടെ മോട്ടിവേഷൻ. ചെറിയ 2 ലംബോർഗിനി മേടിച്ചിടുക, ജീവിതം ആഘോഷിക്കുക. മുമ്പിൽ കുറച്ച് പിള്ളേരുണ്ട്, ഒരു മെഴ്സിഡസ് ബെൻസില് AMG GT. ഞങ്ങൾ നേരത്തെ ഓടിച്ചായിരുന്നു, റിവ്യൂ ചെയ്യാൻ പറ്റിയില്ല. നല്ല വണ്ടിയാണ്, ഒരു ലക്ഷറി സൈഡിലേക്കാണ് വണ്ടി നിൽക്കുന്നത്. നമുക്ക് എന്താ പറയാ, ലൈക്ക് നമ്മൾ ഇത്രയും കാശ് കൊടുത്തൊരു സ്പോർട്സ് കാർ മേടിക്കുന്ന രീതിയിൽ ഞാൻ ഒരിക്കലും പേഴ്സണലി, ഞാൻ എൻ്റെ ഇതാണ് പറയുന്നത്, ഞാൻ പേഴ്സണലി ഒരിക്കലും ആ വണ്ടി എടുക്കത്തില്ല. ഇറ്റ്സ് ഗുഡ്. ഞാൻ പറയുന്നത് ചീത്തയെന്നല്ല, പക്ഷെ ഒരു ഫൺ എന്ന് പറയുമ്പോൾ ഇതേപോലത്തെ സോഫാർ ദ ബെസ്റ്റ് കാർ ആസ്റ്റൺ മാർട്ടിൻ. ഞങ്ങള് മെക്ലാരന് ഓടിച്ചു. സോറി, ഞങ്ങൾക്ക് അതിന്റെ റിവ്യൂ ഇടാൻ പറ്റും. ഞങ്ങൾ കുറച്ച് വീഡിയോ ഇടാം. ബട്ട് മെക്ലാരൻ ഇസ് എ ഡ്രൈവേഴ്സ്. മെക്ലാരൻ ഓടിക്കാൻ കുറച്ച് ധൈര്യം വേണം. ലൈക്ക് ധൈര്യം ഇൻ ദ സെൻസ്, വണ്ടിനെ നമ്മൾ ട്രസ്റ്റ് ചെയ്യണം. ട്രസ്റ്റ് ചെയ്യുക, ലൈക്ക് വണ്ടീനെ കൊണ്ട് താങ്ങുന്നുള്ള ഒരു ധൈര്യം വേണം. ലൈക്ക് ഞങ്ങളിപ്പോൾ ഓടിച്ച വണ്ടി കുറച്ച് ട്യൂണ്ടും കൂടെ ആയിരുന്നു. അപ്പോൾ അതിൻ്റെതായ ഒരു ഭീകരത ഉണ്ട്. ബട്ട് ഇറ്റ്സ് എ നൈസ് കാർ. ഓക്കെ ഗൈസ്, നമ്മുടെ വാൻറ്റേജ് എക്സ്പീരിയൻസ് കഴിഞ്ഞിരിക്കുന്നു. നമ്മളിനി പോകുന്നത് ഒരു സ്പെഷ്യൽ കാറിലേക്കാണ്. പോർഷെ 911, ഇവിടെ 911 അല്ല, പോർഷെ 911 GT3 RS. Porsche GT3 RS. GT3 RS guys. ബക്കറ്റ് സീറ്റ്, കാർബൺ ഫൈബർ, വീണ്ടും കാർബൺ ഫൈബർ. GT3 RS നമുക്ക് ഈ ബെൻസ് ഫ്രണ്ടിൽ പോയതിനു ശേഷം നമ്മളെ പുള്ളിങ് ഉണ്ടായിരിക്കുന്നതാണ്. സ്പോർട്ട് മോഡ് ഇല്ലാതെ ന്യൂസിലാണ് എത്തിയത്. ഞാൻ സീറ്റ് നോക്കിക്കൊണ്ടിരിക്കുന്നത്, സീറ്റ് ബെൽറ്റ് ഇട്ടില്ല പറയുന്നത്. ഒരു സെക്കൻഡ്. Porsche GT3 RS കുറച്ച് ഓടി പഴകിയ വണ്ടിയാണ്. സ്റ്റിൽ GT3 RS എൻ്റെ അടുത്ത് തന്നെയാണ്, പക്ഷെ ഞാൻ ഓടി പഴകിയെന്ന് പറയാൻ പാടില്ല. ഓഹോ, ഫ്ലെക്സിങ്. GT3 RS ഫുള്ളായില്ല ഗൈസ്. പുള്ളും, പക്ഷേ പുള്ളിട്ട് എന്ന് പോവോ. നമ്മൾ ചെടിത്തിലാണ് പഴയ അനലോഗ് ക്ലസ്റ്ററാണ്. Classic. No complication. Just
എല്ലാ ഇൻഫർമേഷനും നമുക്കുണ്ട്. അധികം കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള പ്രശ്നമല്ല. എല്ലാ ലൈക്ക് ഡീറ്റെയിൽസ് ഡിജിറ്റലായിട്ടാണ് ഡീറ്റെയിൽസ് എല്ലാം ഡിസ്കവർ ചെയ്യുന്നത്. ബട്ട് RPM അല്ല, ക്ലാസി കസ്റ്റം കാർ GT3 RS. 126, 125 നമുക്ക് ആ ഒരു സ്പീഡിൻ്റെ ഒരു ഇത് ബുദ്ധിമുട്ട് ഫീൽ ചെയ്യത്തേ ഇല്ല. ലൈക്ക് ബുദ്ധിമുട്ടെന്ന സെൻസ് ലൈക്ക് ഒരു വണ്ടിയെ കൺട്രോൾ ചെയ്യാനുള്ള ബുദ്ധിമുട്ട് നമുക്ക് ഫീൽ ചെയ്യുന്നില്ല. ലൈക്ക് ഇറ്റ്സ് ജസ്റ്റ് സിമ്പിൾ ഡ്രൈവിംഗ്. ലൈക്ക് ഞാൻ ആദ്യമായിട്ടാണ് സ്പോർട്സ് കാർ ഓടിക്കുന്നത്. അപ്പോൾ ലൈക്ക് എനിക്ക് ഫസ്റ്റ് തോന്നി നമ്മൾ സാധാരണ വണ്ടിയിൽ 100 കിലോമീറ്റർ മേലെ കയറുമ്പോൾ ലൈക്ക് ആ വണ്ടിയിലെ ലൈക്ക് സ്റ്റിയറിംഗിലും അല്ലെങ്കിൽ ഒരു എയറിൻ്റെ കാരണം കൺട്രോൾ ചെയ്യാനുള്ള ബുദ്ധിമുട്ട് നമുക്ക് ഫീൽ ചെയ്യും. പക്ഷേ ഈ വണ്ടിയിൽ നമുക്ക് ആ ഒരു ബുദ്ധിമുട്ട് ഫീൽ ചെയ്യുന്നേ ഇല്ല. നല്ല വേഗം ഗൈസ്, നല്ല വേഗം. ബാക്കിൽ വേണമെങ്കിൽ രണ്ടാക്കിയിരിക്കാം, രണ്ടാക്കും വേണമെങ്കിൽ മാത്രം. പക്ഷെ മിക്കവാറും GT3 RSകളിൽ അവരെ അത് മോഡിഫൈ ചെയ്ത് അവിടെ ഒരു ക്രാഷ് സ്റ്റേജ് വരും. അപ്പോൾ ലൈക്ക് ബേസിക്കലി രണ്ടാൾക്കാരൊക്കെ ബേസിക്കലി ഇതൊരു ട്രാക്ക് കാറാണ്. അതുകൊണ്ട് അധികം ആൾക്കാരും ബാക്കിൽ ആൾക്കാർ എടുത്താൽ ഉദ്ദേശിക്കാറില്ല. റോഡ് ലീഗൽ ട്രാക്ക് കാർ. നമ്മൾ പുള്ള് ട്രൈ ചെയ്യാണ്. ഒരു പുൾ ചിലപ്പോൾ നമുക്ക് 4th ഗിയറിലായിരുന്നു നമുക്ക് കുറച്ചുകൂടെ ലൈക്ക് തേർഡ് ഗിയറിൽ നമുക്ക് പുള്ളി നോക്കാം. ലൈക്ക് ടോർക്കും കുറച്ച് നല്ല വലിയ വ്യത്യാസമുണ്ട്. സൗണ്ട്സ് നൈസ്, ബട്ട് ആ ടോർക്ക് നമുക്ക് ഫീൽ ചെയ്യുന്നത് നമ്മൾ ടോർക്ക് ഗിയർ വണ്ടി ആദ്യം ഓടിച്ചോണ്ട് DB11 തന്നെ DB11 മറ്റേ മക്ലാരനും നല്ല ടോർക്ക് ടോർക്കുള്ള വണ്ടിയാണ്. അപ്പൊ അതിൻ്റെതായ ഇത് ഫീൽ ചെയ്യുന്നില്ല, ആ ടോർക്കിനെസ് ഫീൽ ചെയ്യുന്നില്ല. പക്ഷേ പുള്ള് ഫീൽ ചെയ്യുന്നില്ല, അതിന്റെ ആ ഒരു പവർ ഫീൽ ചെയ്യുന്നില്ല. ഇറ്റ് ടേക്സ് ടൈം ടു പുള്ള. G ഫീൽ ചെയ്യുന്നില്ല ഫ്ലാറ്റ് 6 എഞ്ചിനാണ്. അപ്പൊ അതിൻ്റെതായ ഇതുണ്ട്. അപ്പൊ നമ്മള് ഫസ്റ്റ് സെക്കൻഡ് ഗിയറുകളിലായിരിക്കും കുറെ കൂടെ ടോർക്ക് നമുക്ക് ഫീൽ ചെയ്യാൻ പറ്റുക. നമുക്ക് നോക്കി നോക്കാം. ഒന്നിട്ട് സ്ലോ ആയിക്കോട്ടെ. റെഡി, 1 2 3. It's not bad. It's good. It's fun, but I don't know. Sounds great. Sounds great. It sounds crazy great. പക്ഷേ എനിക്ക് എന്തോ ലൈക്ക് എനിക്ക് പേഴ്സണലി പറയാം. ലൈക്ക് അതിനോ ലൈക്ക് ഞാൻ എൻ്റെ ഒരു ഇതിനകത്ത് പറയുകയാണെങ്കിൽ ലൈക്ക് ആ ടോർക്ക് കുറച്ച് എനിക്ക് ലോ ആയിട്ട് വരും. ലൈക്ക് പവർ ഉണ്ട്, ബട്ട് ലൈക്ക് ആ പവർ ഡെലിവറി ചെയ്യുന്ന ആ ഒരു എന്തൊരു ഒരു ഭീകരത നമുക്ക് ഫീൽ ചെയ്യുന്നില്ല. എക്സൈറ്റ്മെന്റ് നമുക്ക് ആരും കിട്ടുന്നില്ല. ഭീകരതൊക്കെ തന്നെ മെക്ലാറിനായിരുന്നു. ക്ലൗഡ് ആണ് ഇന്നത്തെ. ഡ്രൈവിംഗ് ഇസ് ഫൺ, പുറമെ ആകാശം ഈസ് ഓൾസോ ഫൺ. ഞാനൊരു അടിപൊളി ക്യാമറമാനായിട്ട് എന്റെ കൈയൊക്കെ ഇടക്കിടക്ക് വരുന്നുണ്ട്. എന്റെ നേരത്തെ കൈയൊക്കെ വന്നായിരുന്നു. ബട്ട് ഗൈസ് നമ്മൾ തുടങ്ങുകയാണ്. F1 വിശേഷങ്ങളാണ് നമ്മൾ ഫോക്കസ് ചെയ്യുന്നത്. നമുക്ക് നോക്കാം എങ്ങനെ ഈ ചാനൽ പോകുന്നത്. നമുക്ക് കണ്ടിട്ടുണ്ടാക്കാം. ആ തള കാണാണ്ടെങ്കിൽ നമുക്ക് 12ാമത്തെ റാക്ക് വേണ്ടി ഉണ്ടാക്കും. ഒന്നും അറിഞ്ഞില്ല. വീട്ടിലൊരു വണ്ടി ഉണ്ടാക്കി തിരിച്ചപ്പുറത്തെ നമുക്കറിയാം. ലൈക്ക് ആ ഓവർ സ്റ്റിയർ വരുന്നത് അണ്ടർ സ്റ്റിയർ വരുന്നത് നമുക്ക് അറിയാൻ പറ്റും. ലൈക്ക് നമ്മുടെ ഉള്ള വണ്ടിയിൽ നമ്മൾ ആ വളവ് അങ്ങനെ വളയ്ക്കുമ്പോൾ ആൾക്കാർ മനസ്സിലാവും. പക്ഷെ ഇതിലേക്ക് ആ ഇത് റോഡിലേക്ക് നല്ല സ്റ്റിക്കായിട്ട് നിൽക്കുന്ന വണ്ടിയാ. അതാണ് എയറോഡൈനാമിക്സിന്റെ ഊക്ക് നമുക്ക് മനസ്സിലാവും. ഇനി ഒരു F1 കാർ ഓടിക്കണം. അഡ്ജസ്റ്റ് ചെയ്യാം.
പിന്നെ വല്ല പൊട്ടൽ ലോട്ടറി അടിച്ചാൽ കിട്ടി. സിനിമ കളിച്ച് നോക്കുകയാണോ എന്നിട്ട് നമുക്ക് ശരിക്കും F1 എത്താൻ പറ്റും. നീ വരണം, നീ വന്ന് വണ്ടി ഓടിക്കണം എന്ന് പറയുന്നു. നല്ല റോഡ്, നല്ല ക്രൂസിംഗ്. നമ്മള് 100-ലാണ് പോണത്. അതൊന്നും വണ്ടി പറയുന്നില്ല. വണ്ടിന്റെ വിചാരം ഒരു 50-ആണ്. മഴ പെയ്യാൻ ആ സാധനം, ആ പറഞ്ഞ സാധനം മഴ പെയ്യാൻ തുടങ്ങി. അടുത്ത നമ്മള് മുറുകയാണ് വണ്ടി വണ്ടിയാണ്. അടുത്ത വണ്ടി ലംബോർഗിനി ഹുറാക്കാൻ ഈവോ വണ്ടിയാണ്. B10 ആണ് എൻജിൻ. എക്സൈറ്റഡ്. ഞാൻ ഈ ഗ്രൂപ്പിനകത്ത് ഏറ്റവും എക്സൈറ്റഡ് ഓടിക്കാൻ വെച്ചേക്കുന്ന വണ്ടിയാണ് ലംബോർഗിനി. ഞാൻ ഈ വണ്ടി അത് കണ്ടിട്ടാണ് ഈ പരിപാടിക്ക് ഇറങ്ങി തിരിച്ചു തന്നെ. അങ്ങനെ അതിലേക്ക് എല്ലാം കട്ടിയാണ്. അപ്പം പെയ്യുന്നു. ഈവോ ആണ്, ഓൾ വീലാണ്, അതുകൊണ്ട് വലിയ ടെൻഷൻ ഇല്ല. അല്ലെങ്കിൽ വല്ല കണ്ടത്തിലും കിടക്കും. നിങ്ങളത് കാണുന്നുണ്ടോ എന്ന് എനിക്കറിയത്തില്ല. ഇപ്പൊ ഞാൻ സ്പേസ് ഷിപ്പിൽ ഇരിക്കുന്നതാണ്. കണ്ടോ, ഇതാണ് ഇതിന്റെ സ്റ്റാർട്ട് ബട്ടൺ. ഇതാണ് സ്റ്റാർട്ട് ബട്ടൺ. ഒരുമാതിരി സ്പേസ് വണ്ടി ഓണാണ്, അപ്പൊ ഒന്നും ചെയ്യാനില്ല. സ്ക്രീനാണിത്, ഒരുമാതിരി നമ്മളെ ആൻഡ്രോയിഡിലെ വാൾപേപ്പർ പോലെ. ഓഡിന്റെ ഹാൻഡ് ബ്രേക്ക് ഒക്കെയാണ്. സെക്കൻഡ് തീ കിടക്കുന്നു ഹുറിക്കാൻ. തീ കിടക്കുന്നു. നമ്മൾ ഓടിച്ച GT3 RS ഫ്രണ്ടിൽ. സീറ്റ് കിടല, ഒന്നും പറയാനില്ല. ഒന്നും പറയാനില്ല. പൊസിഷനും എല്ലാം ആ ഒരു സൂപ്പർ കാർ ആണെന്നുള്ളൊരു സാധനം. നമ്മളെ ബൈക്കിന്റെ സ്പ്ലെൻഡറിന്റെ ഇൻഡിക്കേറ്റർ ആണ്. വിരലുകൊണ്ട് തട്ടുന്ന പരിപാടി. ഇൻഡിക്കേറ്റർ. ഇറ്റ്സ് ഫൺ. Good, all good. ഈ പറഞ്ഞ സാധനമാണ് നേരത്തെ GT3 RS മിസ് ചെയ്ത സാധനം. ഇതാണ് ഗൈസ് വണ്ടി. ലംബോർഗിനി എന്റെ ഡ്രീം കാർ ആണ്. ഈ വേർഷൻ അല്ല, എന്റെ ഡ്രീം കാർ അവന്റഡോർ SVJ ആണ്. അതിനോ അത് അവര് എന്തുവാ പ്രൊഡക്ഷൻ നിർത്തി. ആ ഒരു വണ്ടി കിട്ടല് എളുപ്പമുള്ള പരിപാടിയാണ്. പക്ഷെ നമ്മൾ അതിങ്ങനെ ഒപ്പിച്ചെടുക്കും. അതാണ് നമ്മുടെ ഉദ്ദേശം. കോമഡി. ഗ്ലാസ് താത്തണമെങ്കിൽ നമ്മൾ ഇത് മേലോട്ടാക്കണം. കേട്ടോ, ഗ്ലാസ് പോക്കണമെങ്കിൽ ഇത് താഴോട്ടാക്കണം. തല തിരിഞ്ഞു വെച്ചിട്ടുണ്ട്. ആരാണ് ചേഞ്ച് ആക്കി എടുത്തോ. വണ്ടിന്റെ സൗണ്ട് കൈസ്. പോപ്പിംഗ്. ചൂടെടുക്കുന്നുണ്ട്. AC ടെക്നോളജി എവിടെയാണ് തപ്പുന്നത്? ഡബിൾ ഇൻവെർട്ടർ. ഓക്കെ, ഇപ്പൊ പറഞ്ഞോ.
വൺ പുൾ. ടയർ അൺഡിഫിനേറ്റഡ്, സസ്പെൻഷൻ മാൽഫങ്ഷൻ എല്ലാം വരുന്നുണ്ട്. പക്ഷെ ആരും പേടിക്കണ്ട, അതൊരു നോക്കിക്കോളും. വണ്ടിന്റെ സൗണ്ട് ഇവിടെ ഗൈസ് ഡ്രിങ്ക് വെക്കുന്ന ടെക്നോളജി ഇവിടെ എവിടെയോ ഉണ്ട്. ഞാൻ നെക്കി നോക്കുന്നുണ്ട്, വരിയോ നോക്കട്ടെ. ഒന്നും കാണാനൊന്നുമില്ല, ഇല്ലാന്ന് തോന്നുന്നു. പുഷിലല്ല, സോറി പറ്റുന്നില്ല. വീണ്ടും ഒരു പുള്ളി കാണാം. സൗണ്ട് ഒന്നും പറയാനില്ല. നമ്മള് പോകുന്നത് 130-ലാണ്. 130-ല് വണ്ടി പറയുന്നത് ബാ ഇനിയും കൊടുക്കോ, ഇനിയും കൊടുക്കോ. കട്ട് ഓഫ് ഉണ്ടോ മുമ്പതിലെ? ഓക്കെ ഗൈസ്, നമുക്ക് നമ്മുടെ ചവിട്ടാം. നമുക്ക് ട്രാക്ക് മോഡ് ഉണ്ട് ഇതില്, പക്ഷെ യൂസ് ചെയ്യരുത് എന്ന് പറഞ്ഞിട്ടുണ്ട്. കൂട്ടിയാ കൂടുതലാണ്. ടയർ ശരിയല്ലാത്തതാണ്. ടയർ നമ്മൾ ഇട്ടേക്കുന്ന സാധാരണ ടയർ, അതിന് റേസിംഗ് ടയർ തന്നെ ഇടണം. റേസിംഗ് സ്ലിക്സ് അതാണ് അത് ഇടണം. അത് നമ്മുടെ ഈ വണ്ടിയിലില്ല. അതുകൊണ്ട് നമ്മൾ പറഞ്ഞ തൊട്ടേക്കരുത്. തൊട്ടേ നമ്മൾ കണ്ടത്തേ പോകുന്നതാണ് പറഞ്ഞേക്കുന്നത്. വണ്ടിന്റെ സൗണ്ട് വീഡിയോയിൽ കിട്ടുന്നുണ്ടോന്ന് അറിയില്ല. സീൻ സൗണ്ടാ. വീഡിയോ കിട്ടിയാൽ പോപ്പിംഗ് ഒക്കെ ഉണ്ട്, കേൾക്കുന്നുണ്ടോന്ന് അറിയില്ല. ഓ സ്റ്റോപ്പ് സൈൻ. എന്താ ഇവിടെ എല്ലാവരും കാട്ടുന്നത്? എന്താണ് ലിഫ്റ്റിംഗ് ഫെയിലിയർ? പോട്ടെ, നമുക്കൊരു പുള്ളി ചെയ്യാം. ഞാൻ പേടിച്ചു കേട്ടോ, ഞാൻ പേടിച്ചു ഗൈസ്. ആ 4-wheel drive ആയതുകൊണ്ട് സംഭവം നിലത്ത് നിന്ന് അലിയിപ്പോ പടായി. അതെ, അയ്യോ ഞാൻ വേർക്കുന്നു ഗൈസ്. നോക്ക് എന്റെ താത്ത കുറച്ച് സ്വാതന്ത്ര്യം ബാക്കി. പ്യുവർ അഡ്രിനാലിൻ. അത് ആ ഒരു ഫുള്ള് സീനായിരുന്നു. ഞാനിപ്പോ സെക്കൻഡ് ഗിയറിലാണ് പുള്ളി ചെയ്തത്. ആ പവർ വണ്ടിയുടെ ടയറിന് അല്ലേ വരുന്നില്ല. അതിന് മുമ്പാണ് ഒരു ലോറിയും കൂടെ വരുന്നത്. ചെയ്യുന്നത് എന്നാലല്ലേ ആ 4-wheel drive ഉള്ളതുകൊണ്ട് വണ്ടി ഗ്രൗണ്ടിലാണ്. പക്ഷെ നമ്മളതിനൊന്ന് തിരിച്ചു പിടിച്ച് കൊടുക്കേണ്ടി വന്നോ. അത് കൊള്ളായിരുന്നു. അർഷക് വണ്ടീൻ്റെ ഉള്ളിൽ കയറുന്നു. ഒരു പണിയെടുക്കാതെ പോവാ. വെറുതെ ആൾക്കാർ പോയിട്ട് വിൽക്കുന്നുണ്ട്. എങ്ങനെ വിൽക്കുന്നതൊക്കെ ചുമ്മാ ചവിട്ടിയ പോണ് വണ്ടി. വേറൊന്നുണ്ട്, ഫോഴ്സിന്റെ ഹാൻഡ്ലിംഗ് ഒന്നും ഇതില്ല കേട്ടോ. അല്ല ഹാൻഡിൽ വണ്ടി നിലത്ത് നമ്മളെ കയ്യിലുണ്ട്.
പോർഷെ പെർഫെക്റ്റ് ട്രാക്ക് കാറാണ് ആ 993 RS. ആ ട്രാക്ക് കാറിന്റെ ലുക്ക് നമുക്ക് ഫീൽ ചെയ്യാനുണ്ട്. ഇത് ഇറ്റ്സ് എ ഫൺ കാർ ബട്ട് നോട്ട് ഒരു ട്രാക്ക് ഡെഡിക്കേറ്റഡ് കാറല്ലല്ലോ. അതുകൊണ്ടാണ് നമുക്ക് ഹാൻഡ്ലിങ് എന്റെ മോനെ ആ ഫുള്ള് സീന് ഉള്ളായിരുന്നു. ഇറങ്ങിയിട്ട് പുള്ളി തന്നിട്ട ഇറങ്ങിയിട്ട് പുള്ളി തന്നിട്ട ഇങ്ങനെ താഴെ ഇങ്ങനെ പോയിട്ട് ഇങ്ങനെ പോയി പോകും. നമ്മളിപ്പോ കയറ്റിറക്കാണ് ഇപ്പോൾ. പോലീസിനോടൊക്കെ പോകാൻ പറയണം ഗൈസ്. സംഭവത്തിന് പവർ ഉണ്ട്, ചവിട്ടി കിട്ടപ്പോ ബ്രേക്ക് കെട്ടിയാൽ നിൽക്കും. അതൊക്കെ സത്യമാണ്. പക്ഷേ ഡ്രൈവ് ചെയ്യുമ്പോൾ നമുക്കൊരു കോൺഫിഡൻസ് ഉണ്ടല്ലോ, വണ്ടിനെ കൊണ്ട് പറ്റുന്നു. അത് വണ്ടി തരുന്നില്ല. അത് ആ മെക്ലറിനൊക്കെ ഓടിക്കുമ്പോ കിട്ടുന്ന സാധനം പോക്ക് പോകുന്നുണ്ട്. പക്ഷെ മെക്ലറിന് ചവിട്ടിയാൽ കിട്ടും, തിരിച്ച് ഹാൻഡിൽ ചെയ്യാൻ കഴിയുന്ന ഒരു പ്രശ്നമുണ്ട് ഇതിനില്ല. വണ്ടി കുറച്ച് ഡേഞ്ചറസ് ആണ്. ലൈക്ക് നമുക്കൊരു പേടി ഉണ്ടായി വണ്ടി ഓടിക്കാൻ. നമുക്കൊരു പുള്ള് കാണാം, വണ്ടി ഉണ്ടെന്നൊന്നുമില്ല. അപ്പോൾ ബ്രേക്ക് വേണം. അവർക്ക് വെയിറ്റ് റൈറ്റ് ഒതുക്ക്. ഞങ്ങളുടെ വീട്ടിലേക്ക് വണ്ടി അവിടെ പാർക്ക് ചെയ്യാൻ പോവാണ്. ഇതാണ് ഹെലികോപ്റ്റർ. all be heading to the back of the house. We have a theater set up back there where we're going to be closing out your experience for the day by watching a video on that screen in the back. നമ്മൾ തിരിച്ച് മാലിബുലേക്ക് കയറി. നമ്മൾ തിരിച്ച് വീട്ടിൽ പോവുകയാണ്. പോരാന്നാണ് ഹർഷക്ക് പറയുന്നത്. ഡൗൺ ഫോഴ്സ് ഒന്നും പോരാ, ആക്സിലറേഷൻ പോരാ, ടോർക്ക് പോരാ, പവർ ഇല്ല, ചവിട്ടിട്ട് പോകുന്നില്ല. ഇതാണ് കരഞ്ചൻ ഗൈസ്. കരഞ്ചൻ ഒറ്റയ്ക്ക് ഷോട്ട്. കരഞ്ചൻ ഒറ്റയ്ക്കായിരുന്നു ഫുൾ വണ്ടിയില്. റിച്ച് പീപ്പിൾ ഷുഡ് റൈഡ്. വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. എല്ലാവരും കമന്റ് സെക്ഷനിൽ ഫേവറേറ്റ് കാറും ഡ്രീം കാറും പിന്നെ സജഷൻസും മെൻഷൻ ചെയ്യുക. പിന്നെ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. അപ്പോൾ ശരി.